അതിലിപ്പോ 28 ദിവസമായി സമരം തുടങ്ങി. നിരാഹാരം 2 ദിവസമായി. ഈ ലിസ്റ്റിന് ഡേറ്റ് തീരാറായി. സർക്കാർ ഇനിയും തിരിഞ്ഞു നോക്കിയത് ഡേറ്റ് തീർന്നാൽ ഇവർ പിന്മാറി പോകുന്ന ഒരു വിചാരം സർക്കാരിനുണ്ടോ? അത് നമ്മളെ കഴിഞ്ഞ ഈ ഭരണഘടന കഴിഞ്ഞ 1ാം മന്ത്രിസഭ നമ്മൾ എടുത്തു കഴിഞ്ഞാൽ ഇതേപോലെ നിരവധി പ്രശ്നങ്ങൾ ഇവർക്കുണ്ടായിട്ടുണ്ട്. പക്ഷേ ഇവരുടെ മുമ്പിൽ ഒരു പ്രശ്നത്തിന് പുറമെ അടുത്ത പ്രശ്നങ്ങൾ ഇങ്ങനെ വന്ന് വീണുകൊണ്ടേയിരിക്കും. എല്ലാം വിധിയുടെ വിളയാട്ടം. അപ്പോൾ ഇവരിങ്ങനെ കണ്ടിട്ടുണ്ട്, തവള ചത്താൽ വാർത്ത പാമ്പ് ചാവും വരെ, പാമ്പ് ചത്താൽ വാർത്ത പരുന്ത് ചാവും വരെ. ഈ ഒരു സമീപനമാണ് കഴിഞ്ഞ 1ാം പിണറായി മന്ത്രിസഭയിൽ നമ്മൾ നോക്കിയാൽ കാണുന്നത്, ഈ 2ാം മന്ത്രിസഭയിൽ നമ്മൾ കാണുന്നത്. പക്ഷേ അവിടെ ഇവർക്ക് അടിപറ്റി പോകാൻ പോകുന്നത് അങ്ങനെ തീരുന്നവരല്ല ഞങ്ങളെന്ന് ഈ ചെറുപ്പക്കാർ ധൈര്യപൂർവ്വം കാണിച്ചു കൊടുത്തു എന്നുള്ളതാണ്. ഇവരൊക്കെ വിചാരിച്ച് കാണുക. കാരണം കഴിഞ്ഞ എത്രയോ കാലങ്ങളായിട്ട് PSCയുടെ പേര് സമരം നടക്കാറുണ്ട്. അപ്പം ഇവന്മാർ കാണിച്ചിട്ടങ്ങ് പോകും. പക്ഷെ അതുകൊണ്ടാണ് ഞാൻ ഇവർക്ക് ആദ്യമേ ഒന്നൊരു സല്യൂട്ട് ഞാൻ കൊടുത്തത്. ഇവർ പിന്മാറി പോകരുത്. ഇവർ പരാജയപ്പെട്ടാൽ പരാജയപ്പെടുന്നത് ഇവർ മാത്രമല്ല, ഇനി വരാൻ പോകുന്ന ഒരു തലമുറ കൂടിയാണെന്ന് ഞാൻ ആവർത്തിച്ച് പറഞ്ഞതും. നമ്മൾ ഇപ്പം ഇടതുപക്ഷ സർക്കാരിൻ്റെ ഒരു രീതി നമ്മൾ പൊതുവെ എടുത്തു കഴിഞ്ഞാൽ അവർ ഉൾപ്പെട്ടിട്ടുള്ള എല്ലാ കേസുകളിലും ഭയമുള്ളവരാണ്. ഒരു ഭാഗത്തൂടെ ഞങ്ങൾക്ക് ഭയമില്ല എന്ന് പറയുകയും മറുഭാഗത്തൂടെ അന്വേഷണം വരുന്ന സമയത്ത് അന്വേഷണ ഉദ്യോഗസ്ഥന്മാരെ തെളിവിളിക്കുന്ന ഒരു സമീപനമാണ്. അമ്മാതിരി കമന്റ് കേട്ടോ, നിങ്ങൾ ആളെ വിളിച്ചാൽ മതി. ഇത്രയേറെ ക്രൂരമായ ഒരു പീഡനത്തിന് ഒരു ചെറുപ്പക്കാരന് വിധേയമായിട്ടും നമ്മളൊക്കെ അറിഞ്ഞത് എത്രയോ വൈകിട്ടാണ്. അത് തന്നെ ഈ നാടിൻ്റെ ഒരു വലിയ അറിഞ്ഞു നോക്കൂ. ഇത് പുറത്ത് വന്നില്ലായിരുന്നു എന്തായിരിക്കും അവസ്ഥ?